വീട്ടില് മട്ടൻ കറി ഉണ്ടാക്കാൻ പോരാളിയുടെ കയ്യിൽ നിന്നാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പൊ പോരാളിക്ക് വലിയൊരു വെല്ലുവിളി ആവുമെന്നാണ് സംശയം. എങ്ങനെയാന്നല്ലേ കമ്മ പറഞ്ഞുതരാം. ഇപ്പൊ ഉണ്ടാക്കി മട്ടൻ കറി ഉണ്ടാക്കാൻ ഏറ്റവും മടിയുള്ള ആള് പോരാളിയും പിന്നെ ഏറ്റവും നന്നായി ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാനാട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. ആദ്യം നമ്മ കഴുകി വെച്ചേക്കണ മട്ടനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാട്ടോ. എന്നിട്ട് അതിലേക്ക് വേപ്പിലയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി അതിനൊപ്പം നമുക്ക് മസാല സെറ്റ് ആക്കിയാലോ. വേറൊരു പാനിൽ നന്നായി ചോപ്പ് ചെയ്തരിഞ്ഞ സവോള, ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ അതിനൊപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നന്നായി വേഗം വഴണ്ടി വരും കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് എത്രത്തോളം മസാല വഴണ്ടി വരണോ നല്ല പേസ്റ്റ് പോലെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സീക്രട്ട്. പിന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സ്പൈസസ് ചേർക്കാവേ. മല്ലിപ്പൊടി, മുളക് പൊടി ഇവ രണ്ടും ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ മസാലയ്ക്ക് നമുക്ക് മിക്സ് ചെയ്ത് പിന്നെ നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ച മട്ടൺ സെറ്റ് ആയിട്ടുണ്ടാവേ. ഇതിന് വേവൊക്കെ ഓരോ ഇറച്ചി അനുസരിച്ചിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറയാത്ത എത്ര വിസിലടിച്ചു എന്ന്. പിന്നെ അത് ഈ മസാലയ്ക്ക് പകർത്തിയതിന് ശേഷം ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ. അപ്പൊ നല്ല തിളയും അതിനൊപ്പം നല്ല മണം വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇത്തിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഇത്തിരി വേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ സെറ്റ് ആയിട്ടോ. അപ്പൊ എങ്ങനെയാ ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ പോരാളിനെ കൂടി ഞെട്ടിക്കല്ലേ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ ബൈ guys.